ചില ദിവസങ്ങൾ അങ്ങനെയാ, ജീവിതത്തിൽ എന്നും ഓർമ്മിക്കത്തക്ക വിധം എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കോറിയിടും. അത്തരം ഒരു ദിവസത്തെ കുറിച്ച് പറയട്ടെ. തണലിന്റെ സ്നേഹക്കൂടിന്റെ ഉദ്ഘാടന ദിവസം. രാവിലെ തന്നെ അവിടെ എത്തിയ രണ്ട് മുഖങ്ങളാണിത്. ഞാൻ ചുമ്മാ അവരറിയാതെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് തണലിലെ കുട്ടിയാണെന്നാണ്. പക്ഷേ ഉദ്ഘാടന വേദിയിൽ കണ്ടപ്പോ മനസ്സിലായി ആള് ചില്ലറക്കാരിയല്ലാന്ന്. രണ്ടുപേരും പോകാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോഴാണ് ഓർത്തത് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഓടിച്ചെന്ന് ഭക്ഷണം കഴിച്ചേ പോകാവൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടി ഭക്ഷണ സ്ഥലത്തെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് ആളെ അത്ര മനസ്സിലായിട്ടില്ല. ആ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ മൂപ്പർ എനിക്കൊരു ഫയൽ എടുത്തു തന്നു. ആ ഫയൽ തുറന്നപ്പോ തന്നെ എന്റെ കണ്ണുകൾ കുറച്ചുകൂടി ഒന്ന് വിടർന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ പേജുകൾ മറിച്ചിടുമ്പോഴും വല്ലാത്തൊരു സന്തോഷമാണോ അത്ഭുതമാണോ എനിക്കറിയില്ല അതെങ്ങനെ പറയണെന്ന്. അപ്പോ ആള് മനസ്സിലായില്ലേ? അതെ, സീഷ്ണ ആനന്ദ് തന്നെ. ഈ പേജുകൾ മറിച്ചിടുമ്പോൾ ഞാൻ ഒന്നുകൂടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. വളരെ ശാന്തമായ പെരുമാറ്റമുള്ള ഒരാൾ. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകളിലുള്ള തീഷ്ണത നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താന്ന് വെച്ചാല്, എനിക്കൊരു പെൺകുട്ടിയാണ്, അവൾക്ക് കുറച്ച് പരിമിതികളുണ്ട്, അവൾക്ക് കേൾവി ശക്തിയില്ല, കാഴ്ചയില്ല, സംസാരിക്കാൻ കഴിയില്ല, എങ്കിലും അവളാണ് എന്റെ അഭിമാനം. ആ ഫയലുകളിലെ ഓരോ പേജുകളിലും ഉണ്ട് അവൾ നടന്നു കയറിയ ചവിട്ട് പടികളും നേട്ടങ്ങളും. മകളുടെ ഓരോ നേട്ടങ്ങളും എത്ര കരുതലോടെയാണ് അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നേടിയ പുരസ്കാരങ്ങൾ, പങ്കെടുത്ത TV പ്രോഗ്രാമുകൾ, പരിചയപ്പെട്ട മഹത് വ്യക്തികൾ. ഇതിലൊക്കെ ഉപരിയായിട്ട് 8ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കില് മലയാളികളുടെ ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞ് സീഷ്ണ ആനന്ദിനെ കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാനും ഉണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പാണ് യൂട്യൂബില് നമ്മുടെ കോമഡി ഉത്സവത്തില് സീഷ്ണ നടത്തിയ പെർഫോമൻസ് കാണുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു നൃത്തം അവതരിപ്പിച്ചത്. ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിക്ക് കേൾക്കാനും കാണാനും സംസാരിക്കാനും കഴിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ കഴിയുക? അതേപോലെ അവർക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ അറിയാൻ പറ്റുക? എന്റെ ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവം ഇന്നെന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ആരാണെന്ന് അച്ഛനോട് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പേര് ചിത്രലേഖ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണിത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയട്ടെ. നമുക്ക് എന്ത് തന്നെ പരിമിതികൾ ഉണ്ടായാലും ചേർത്ത് പിടിക്കാൻ ഇതുപോലൊരാളുണ്ടെങ്കിൽ, ഒരു കരുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റും. അതേപോലെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റും. എന്റെ കയ്യില് ഇംഗ്ലീഷിൽ എന്റെ പേര് എഴുതുകയാണ്. എത്ര മനോഹരമായാണ് ഓരോ ലെറ്റേഴ്സും എഴുതുന്നത്. ഹെലൻ കെല്ലറുടെ ജീവിതം പോലെ തന്നെ പ്രചോദനമാണ് സീഷ്ണ ആനന്ദ് എന്ന ഈ ഒരു സഹോദരിയുടെ ജീവിതവും. ഈ ഒരു അച്ഛന്റെ കൈകളിൽ തൊട്ടാണ് സീഷ്ണ ലോകത്തെ അറിയുന്നത്. എല്ലാ മനോഹരമായ കാഴ്ചകളും ആ കൈകളിലൂടെ സീഷ്ണയിലേക്ക് എത്തുന്നു. ഇനി മലയാളത്തിൽ എഴുതിത്തരാന്ന് പറഞ്ഞു. ചിത്രലേഖ എന്ന പേര് ഇത്ര മനോഹരമായി ഇതിനു മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവർ ഇന്നിവിടെ വരാൻ കാരണം, തണൽ ഇവിടെ 50ഓളം ഭിന്നശേഷി പെൺകുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും കൊടുക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. കാരണം സീഷ്ണ ആനന്ദിന് ഒരുപാട് കഴിവുകളുണ്ട്. അവൾ നന്നായിട്ട് പേപ്പർ പെന്നുകളും പേപ്പർ ബാഗുകളും അതേപോലെ പൂക്കളും മാറ്റുകളും കുടകളും കാൻഡിൽസ് എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ മകളുടെ കഴിവുകള് ഈ ഭിന്നശേഷി പെൺകുട്ടികൾക്കും സഹായകരമാവട്ടെ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കാൻ കഴിയും വിധമാവട്ടെ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് അവരിന്നിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, സീഷ്ണ ആനന്ദിന്റെ ജീവിതവും ഈ കഴിവുകളൊക്കെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തിയാൽ പോരാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 8ാം ക്ലാസ്സിലെ മലയാളികളുടെ ഹെലൻ കെല്ലർ എന്ന ചാപ്റ്റർ എന്ന പാഠഭാഗം പഠിപ്പിച്ച അധ്യാപകര് എത്ര പേര് സീഷ്ണ ആനന്ദിനെ കുട്ടികൾക്ക് നേരിട്ട് പരിചയപ്പെടുത്താൻ തയ്യാറായി? ഇതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ അവർക്ക് വേറെ കിട്ടാനുണ്ടാവോ? അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിലെയും അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലെ പരിപാടികളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കുട്ടികളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ ഈ സീഷ്ണ ആനന്ദിനെ പരിചയപ്പെടുത്തണം. മുഖ്യ അതിഥിയായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ മനോഹരമായൊരു ജീവിത പാഠം നൽകാൻ കഴിയുന്ന മറ്റാരുണ്ട്? അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ മനസ്സിൽ ആ അച്ഛന്റെ മുഖം തന്നെയാണ്. അങ്ങ് കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് ഇവിടം വരെ ആ മകളെയും കൊണ്ടുവന്ന ആ അച്ഛന്റെ മനസ്സ്. ആ അച്ഛനെ എത്ര പുകഴ്ത്തിയാലും
എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എൻ്റെ അനുഭവം ഇതാ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം.